ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും ഗംഭീരമായിട്ട് ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകും നമ്മുടെ സ്വന്തം 5ാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക്കൽ എനർജി കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഉറപ്പായും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ സോർട്ട് ചെയ്തെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും ജൂൾസ് ലോയും പവറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. റെഡിയല്ലേ? തയ്യാറാണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. അതിനു മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഈ ചാപ്റ്ററിന്റെ 1 ഷോട്ട് റിവിഷൻ ലൈവുമായിട്ട് അണ്ണൻ എത്രയും പെട്ടെന്ന് നമ്മുടെ യൂട്യൂബ് ലൈവിനകത്ത് വരുന്നതായിരിക്കും. ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും, എല്ലാ ലോസും, ന്യൂമറിക്കൽസും, PYQസും എല്ലാം നമുക്ക് ഡീൽ ചെയ്യാം, എല്ലാം നമുക്ക് പഠിച്ചെടുക്കാം. ആ ലൈവിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. സോ ഗൈസ്, ഒട്ടും ലേറ്റ് ആക്കാതെ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. അതിനു മുൻപായിട്ട് ഈ വീഡിയോ എങ്ങനെയാണ് കാണേണ്ടത് എന്നൊരു കാര്യം കൂടി പറയാം. ജസ്റ്റ് ചോദ്യങ്ങൾ ഒരു സിനിമ കാണുന്നത് പോലെ കണ്ടു മനസ്സിലാക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി ഒന്ന് കൂട്ടണമെങ്കിൽ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സെൽഫായിട്ട് അതിന് ഉത്തരം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ഒന്ന് വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ, തെറ്റാണെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആ രീതിയിൽ തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിരുന്നു കാണുക. ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. ഹിയർ കംസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 1 മാർക്കിന്റെ ലളിതമായ ചോദ്യമാണ്. ചോദ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയ ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ് കാണാൻ സാധിക്കുന്നത്. റെസിസ്റ്റർ എല്ലാം അടങ്ങിയ ഒരു സർക്യൂട്ടാണ്. അതൊരു സെല്ലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹൗ മച്ച് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ ഇൻ 10 സെക്കൻഡ്? 10 സെക്കൻഡ് സമയത്തിൽ ആ റെസിസ്റ്ററിൽ എത്രത്തോളം ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? മലയാളത്തിൽ കൂടി വായിച്ചു തരാം. ഒരു പ്രതിരോധം സെല്ലുമായി ഘടിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 10 സെക്കൻഡ് കൊണ്ട് റെസിസ്റ്ററിൽ എത്ര താപം ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായി കണ്ടുപിടിക്കാലോ, ഈസിയാണ് മക്കളെ. സോ ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസിന്റെ വാല്യൂ നൽകിയിട്ടുണ്ട് 5 ഓം ആണ്. കറണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട് 2 ആംപിയർ ആണ്. സമയം അവർ പറയുന്നത് 10 സെക്കൻഡ് ആണ്. ഇതൊക്കെയാണ് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത്. ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് ഐയുമുണ്ട്, ആറുമുണ്ട്, ടിയുമുണ്ട്. ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ് മക്കളെ? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട, നമുക്ക് അറിയുന്ന ഫോർമുല തന്നെയാണ്. ദാറ്റ് ഈസ് H ഈസ് ഈക്വൽ ടു I² RT, ജൂൾസ് ലോന്റെ ബേസിക് ഫോർമുല. സോ H ഈസ് ഈക്വൽ ടു, ഇവിടെ I എത്രയാണ്? കറണ്ട് എത്രയാണ്? കറണ്ട് 2 ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 5 ആണ്. 5 ഇൻറ്റു സമയം 10 സെക്കൻഡ് അല്ലേ? 10 സെക്കൻഡ് തന്നെയാണ്. സോ എത്രയാണ് കിട്ടുക? 4 ഇൻറ്റു 5 ഇൻറ്റു 10, I 4 20, 20 ഇൻറ്റു 10 എത്രയാണ്? 200. സോ 200 ജൂൾ എന്നതാണ് നമ്മുടെ ഹീറ്റ് കിട്ടുക. നമ്മുടെ ഹീറ്റ് എത്രയായിരിക്കും മക്കളെ? 200 ജൂൾ ആയിരിക്കും ഹീറ്റ്. വളരെ ലളിതമായ ചോദ്യമാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്, ഇത് 1ാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ചോദ്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. അടുത്തത് ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ആൻ ഇലക്ട്രിക് ഡിവൈസ് വിത്ത് എ റെസിസ്റ്റൻസ് ഓഫ് 30 ഓം. ഒരു ഇലക്ട്രിക് ഡിവൈസ് ഉണ്ട്, അതിന്റെ പ്രതിരോധം 30 ഓം ആണ്. ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് എ പവർ ഓഫ് 120 വോൾട്ട്. സോ അതിന്റെ പവർ എത്രയാണ്? അത് 120 വാട്ടാണ്. കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ആണ്. സോ ഒരു ഇലക്ട്രിക് ഡിവൈസ് ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്, പവർ നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? നിസ്സാരമല്ലേ? സോ വാടാ മക്കളെ, ഞാൻ ഗിവൺ ഡാറ്റ എഴുതുകയാണ്. സോ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് ഈക്വൽ ടു 30 ഓം ആണ്. പവർ ഈക്വൽ ടു 120 വാട്ടാണ്. വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പവറും റെസിസ്റ്റൻസും വോൾട്ടേജും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പവർ ഈക്വൽ ടു V²/R. അങ്ങനെയാണെങ്കിൽ V² ഈക്വൽ ടു എന്ത് വരും? PR എന്ന് വരും. അപ്പോൾ V ഈക്വൽ ടു എന്ത് വരും? √PR എന്ന് വരും. √PR എന്ന് വരും. എല്ലാ വാല്യൂസും നമ്മുടെ കൈവശമുണ്ടല്ലോ, നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പവർ എത്രയാണ്? പവർ എന്ന് പറഞ്ഞാൽ 120 ആണ്. സോ 120 ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? 30 ആണ്. റെസിസ്റ്റൻസ് 30 ആണ്. സോ V ഈക്വൽ ടു √12 ഇൻറ്റു 3 എത്രയാണ്? 36.
36 20. സോ 3600 റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്ന 60 സോ ആൻസർ ഈസ് 60 വോൾട്ട്. ആൻസർ എത്രയാണ്? 60 വോൾട്ട് ആയിരിക്കും. കൃത്യമായി മനസ്സിലായില്ലേ? ലളിതമായ ചോദ്യമാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഫോർമുല മനസ്സിലാക്കുക, പ്രൊസീഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് 400 വോൾട്ട് 1600 വാട്ട് ഡിവൈസ് വെൻ 200 വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. എന്താണ് അവർ പറയുന്നത്? അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പവറാണ്. പക്ഷെ ആ ഡിവൈസിന് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിന്റെ പവർ 400 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിലുള്ള പവർ 1600 വാട്ടാണ്. എങ്കിൽ 200 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോഴുള്ള പവർ എത്രയാണ്? എങ്കിൽ 200 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോഴുള്ള പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. 400 വോൾട്ട് സപ്ലൈ കൊടുക്കുന്ന സാഹചര്യത്തിലുള്ള പവർ എന്ന് പറഞ്ഞാൽ 1600 വാട്ടാണ്. എങ്കിൽ 200 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോഴുള്ള പവർ എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ആദ്യം ഫസ്റ്റ് കേസ് എടുക്കാം. കേസ് 1 നമ്മൾ എടുത്തു. സോ ആ സാഹചര്യത്തിലുള്ള പവർ എത്രയാണ്? പവർ ഈക്വൽ ടു 1600 വാട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 400 വോൾട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് കേസ് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് കേസ് നിങ്ങൾ മനസ്സിലാക്കുക. കേസ് 2ൽ അവരെന്തു മാത്രമേ നൽകിയിട്ടുള്ളൂ? അവർ വോൾട്ടേജ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അത് 200 വോൾട്ടാണ്. പവർ നമുക്ക് കേസ് 2ൽ കണ്ടുപിടിക്കണം. ഇതാണ് കാര്യം, ഇതാണ് കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. റൈറ്റ്. സോ നമുക്ക് ഒരേ ഡിവൈസ് ആണ് 2 സാഹചര്യത്തിലുമുള്ളത്. ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ഒരേ ഡിവൈസ് തന്നെയാണ്, ഒരേ വസ്തു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ പ്രതിരോധം കണ്ടുപിടിച്ചാലോ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാലോ വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് കേസ് ഉപയോഗിച്ച് ഞാൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. P = V²/R ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് R = എന്ത് എഴുതാം? റെസിസ്റ്റൻസ് R = V²/P എന്ന് എഴുതാം. ഫസ്റ്റ് കേസിലുള്ള വോൾട്ടേജ് എത്രയാണ്? 400 ആണ്. അപ്പം 400ന്റെ സ്ക്വയർ അഥവാ 400 × 400 ഡിവൈഡ് ബൈ പവർ എത്രയാണ്? പവർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് കേസിൽ 1600 അല്ലേ? സോ 1600 എന്ന് കിട്ടും. റെഡി അല്ലേ? സോ വെട്ടിക്കളയുവാണ് ഞാൻ. 0 0 വെട്ടി 0 0 വെട്ടി. അടുത്തത് നെക്സ്റ്റ് വൺ. ഇങ്ങനെ വെട്ടുന്നതിന് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഞാൻ വെട്ടുണ്ട. നോക്കടാ, 0 0 വെട്ടി. അടുത്ത് ഈ 0 ഈ 0 വെട്ടി. നെക്സ്റ്റ് വൺ, ഈ കാണുന്ന 4ഉം 16ൽ 4 തവണ പോവും. അടുത്ത് ഈ 4ഉം ഈ 4ഉം വെട്ടി. അപ്പോൾ ബാക്കി എത്രയേ ഉള്ളൂ? 100 ആണുള്ളൂ. സോ റെസിസ്റ്റൻസ് എത്ര കിട്ടും? 100 ഓം ആണെന്ന് കിട്ടി. സോ ഈ കാണുന്ന വസ്തുവിൻ്റെ ആ ഡിവൈസിൻ്റെ പ്രതിരോധം എത്രയാണെന്ന് മനസ്സിലായി? 100 ഓം ആണെന്ന് മനസ്സിലായി. സോ രണ്ടാമത്തെ കേസിലുള്ള പവർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? കാരണം പ്രതിരോധം നമ്മുടെ കൈവശമുണ്ട്. പ്രതിരോധം എന്ന കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി പവർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ? സോ ഞാനിത് കേസ് 2ൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കേസ് 2ൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കേസ് 2ൻ്റെ കേസിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാം. പവർ = V²/R ആണ്. സെക്കൻഡ് കേസിലുള്ള വോൾട്ടേജ് എത്രയാണ്? 200 ആണ്. സോ 200 × 200 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 100 അല്ലേ? റെസിസ്റ്റൻസ് 100 ആണ്. സോ എത്രയാണ് മക്കളെ കിട്ടുക? വെട്ടി കലടാ. 0 0 പോയി, 0 0 പോയി. സോ 200 × 2 എത്രയാണ്? 400 വാട്ട്. 400 വാട്ട്. അതാണ് സെക്കൻഡ് കേസിലുള്ള പവർ എന്ന് പറയുന്നത്. കോൺഫിഡൻ്റ് ആയിട്ട് മനസ്സിലായോ? വേണമെങ്കിൽ ഒരു തവണ കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പവർ അവർ നൽകിയിട്ടുണ്ട് 1600 വാട്ട്. വോൾട്ടേജ് എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് 400 വോൾട്ടാണ് നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇതേ ഉപകരണത്തിലോട്ട് നമ്മൾ 200 വോൾട്ട് സപ്ലൈ കൊടുക്കുമ്പോഴുള്ള പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ 2 കേസായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. ഈ 2 കേസിലും ഒരേ ഡിവൈസ് ആണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ പ്രതിരോധം തുല്യമാണ്. സോ നമ്മൾ ഒന്നാമത്തെ കേസിൽ മാത്രമാണ് വോൾട്ടേജും പവറും ഉള്ളത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഉപകരണത്തിൻ്റെ പ്രതിരോധം കണ്ടുപിടിക്കാൻ പോവുകയാണ്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫോർമുല നിങ്ങൾക്കറിയാം. P = V²/R ആണ്. അപ്പോൾ R = V²/P എന്ന് എഴുതിയിട്ട് ഞാൻ ഒന്നാമത്തെ കേസ് ഉപയോഗിച്ച് അതിൻ്റെ പ്രതിരോധം കണ്ടുപിടിച്ചു. ഇതേ പ്രതിരോധം തന്നെയാണ് രണ്ടാമത്തെ കേസിലുമുള്ളത്. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? കാരണം രണ്ടാമത്തെ കേസിൽ വോൾട്ടേജ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് പ്രതിരോധവും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പവർ കണ്ടുപിടിക്കാം. P = V²/R. വോൾട്ടേജ് എത്രയാണ്? 200 ആണ്. സോ 200 × 200 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 400. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോ? ഈസി അല്ലേ മക്കളെ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ് ടു അവർ നെക്സ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, ശ്രദ്ധിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷൊക്കെ ഉണ്ട്. കുറച്ച് കോൺസെപ്റ്റ് അറിയേണ്ട ചോദ്യമാണ്, പക്ഷേ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യമാണ്. ഈസി ആയിട്ട് വളരെ സിമ്പിളായി സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യമാണ്. കൂടെ നിൽക്കുക, എല്ലാവരും ഒന്ന് കൂടെ നിൽക്കുക കേട്ടോ. ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്ക്ഡ് 800 watt
240 വോൾട്ട് ഓപ്പറേറ്റ് ഫോർ 10 മിനിറ്റ്. ഓക്കെ, ഇതാണ് നൽകിയിരിക്കുന്നത് ഒരു പ്രവർത്തനം, ഒരു താപന ഉപകരണം 800 വാട്ട് 240 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് 10 മിനിറ്റ് സമയത്തോട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് കാര്യം മനസ്സിലായില്ലേ? ഞാൻ ഈ കാര്യം ഗിവൺ ഡാറ്റയായിട്ട് എഴുതുകയാണ്, എന്നിട്ട് നമുക്ക് തുടങ്ങാം. സോ പവർ ഈസ് ഈക്വൽ ടു 800 വാട്ട്, അത് നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്ത വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് ഈക്വൽ ടു 240 വോൾട്ട്. സമയം അവർ നൽകിയിട്ടുണ്ട് എത്രയാണ്? സമയം 10 മിനിറ്റ് എന്ന് നൽകിയിട്ടുണ്ട്. മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ മിനിറ്റിലല്ല സമയത്തിന് എക്സ്പ്രസ് ചെയ്യുക, മണിക്കൂറിലാണ്, സെക്കൻഡിലാണ്. മിനിറ്റിലല്ല സമയത്തിന് എക്സ്പ്രസ് ചെയ്യുക, സെക്കൻഡിലാണ്. സോ 10 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 10 × 60. കാരണം 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 10 മിനിറ്റ് 10 × 60 അഥവാ 600 സെക്കൻഡാണ്. എത്രയാണ്? 600 സെക്കൻഡാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി എന്താണ് ഒന്നാമതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് കണ്ടുപിടിക്കണം, അഥവാ നോക്കടാ താപം എത്രയാണ് കണ്ടുപിടിക്കണം. വളരെ ലളിതമാണ്, ഈസിയാണ്. നിങ്ങൾക്ക് ആ ഫോമുല അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ദാറ്റ് ഈസ് പവർ ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഹീറ്റ് ഈക്വൽ ടു എന്ത് വരും? പവർ ഇൻറ്റു ടൈം എന്ന് വരും. ദാറ്റ്സ് ബേസിക്. പവർ നമുക്കറിയാം, പവർ എത്രയാണ്? 800 ആണ്. ടൈം എത്രയാണ്? 600 ആണ്. അപ്പോൾ ഹീറ്റ് എത്രയായിരിക്കും വരിക? 6 × 8 48 എഴുതി. എത്ര 0? 4 0 ഇടുക. 48 4 0 ജൂൾ. കിട്ടിയില്ലടാ, ഹീറ്റ് കിട്ടിയില്ലടാ, നിസാരമായി കിട്ടിയില്ലടാ. ഒരു ബുദ്ധിമുട്ടും എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇല്ലാലോ. സെക്കൻഡ് ക്വസ്റ്റിനകത്ത് എന്താ പറയുന്നത്? സെക്കൻഡ് ക്വസ്റ്റിനകത്ത് വാട്ട് വിൽ ബി ദ പവർ ഓഫ് ദ അപ്ലയൻസ് വെൻ 120 വോൾട്ട് ഈസ് അപ്ലൈഡ്. അതായത് ഇതേ ഉപകരണത്തിലോട്ട് 120 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പവർ എത്രയാണ്? കഴിഞ്ഞ ചോദ്യം പോലെ തന്നെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് പവർ കണ്ടുപിടിക്കാം. സോ സെക്കൻഡ് കേസിലോട്ട് കടക്കുന്നു. സോ നമുക്ക് എന്ത് വേണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ ഒന്നാമത് അവർ നൽകിയിരിക്കുന്ന ഡാറ്റാസ് പ്രകാരം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസ് പ്രകാരം പവർ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, പ്രതിരോധം കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് കേസ് ഉപയോഗിച്ചാണ് പ്രതിരോധം കണ്ടുപിടിക്കുന്നത്. പവർ ഈക്വൽ ടു V²/R ആണ്. അപ്പോൾ R ഈക്വൽ ടു V²/P എന്ന് കിട്ടും. സോ എത്രയാണ് മക്കളെ ഫസ്റ്റ് കേസിൻ്റെ വോൾട്ടേജ്? 240 ആണ്. സോ 240 × 240 ഡിവൈഡഡ് ബൈ പവർ എത്രയാണ്? പവർ എന്ന് പറഞ്ഞാൽ 800 ആണ്. ഞാൻ ഒന്ന് വെട്ടിക്കളഞ്ഞു നോക്കട്ടെ, എനിക്ക് വെട്ടിക്കളയാൻ വളരെ ഇഷ്ടമാണ്. ഇതാ 0 0 പോയി, ഇതാ ഇവിടെയും 0 0 പോയി. അടുത്തത് 8 ഉം 24 3 3 തവണ. അപ്പോൾ 3 × 24 എത്രയാണ്? 3 × 20 60, പിന്നെ ഒരു 12 72. സോ 72 ഓമാണ് പ്രതിരോധം. ഫസ്റ്റ് കേസ് ഉപയോഗിച്ച് നമ്മൾ പ്രതിരോധം 72 ഓം കിട്ടി. ഇനി സെക്കൻഡ് കേസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെക്കൻഡ് കേസിൽ നമുക്ക് എന്തു മാത്രമേ അറിയത്തുള്ളൂ? സെക്കൻഡ് കേസിൽ നമുക്ക് അറിയുന്നത് ഒരേ ഒരു കാര്യം, വോൾട്ടേജ്. ഇപ്പം നമ്മുടെ കയ്യിൽ വോൾട്ടേജ് ഉണ്ട്. സെക്കൻഡ് കേസ് പ്രകാരം വോൾട്ടേജ് നമുക്കറിയാം. സോ 120 വോൾട്ടാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് കേസിൽ പഠിക്കാം. വടാ കേസ് 2 ശ്രദ്ധിക്കുക, കേസ് 2 അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കേസ് 2 നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം റെസിസ്റ്റൻസ് രണ്ടും ഒരേ ഉപകരണമായതുകൊണ്ട് റെസിസ്റ്റൻസ് 72 ഓം ആണ്. വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയാം. വോൾട്ടേജ് 120 വോൾട്ട് ആണ്. സോ 72 120 വോൾട്ടും. കണ്ടുപിടിക്കേണ്ടത് പവർ ആണ്. ഈസി ആയി കണ്ടുപിടിക്കാലോ. സോ സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ ആണ്. ശ്രദ്ധിക്കടാ. ദാറ്റ് ഈസ് പവർ ഈക്വൽ ടു V²/R ആണ്. വി എത്രയാണ് മക്കളെ? വി എന്ന് പറഞ്ഞാൽ 120 ആണ്. സോ 120 × 120 ഡിവൈഡഡ് ബൈ 72 എന്ന് വരും. ഡിവൈഡഡ് ബൈ 72. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 200 ആണ്. സോ 200 വാട്ട്. ദാറ്റ്സ് അവർ റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് ചോദ്യം മനസ്സിലായില്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. നിങ്ങൾ പഠിച്ചിരിക്കണം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിയിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. കൂടെയുണ്ട് ഫിസിക്സിനെ ഏറ്റവും അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ട് അണ്ണൻ കൂടെയുണ്ട്. സോ ഗൈസ്, കൂളായിരിക്കുക, ഹാപ്പിയായി ഫിസിക്സ് പഠിക്കുക, എന്നും ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കുക. സോ ഗൈസ്, ലവ് യു ആൾ. കാണാം.